Hello everyone, welcome to G-Pod. എല്ലാവർക്കും മക്കളെ G-Pod +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. യെസ് ഇറ്റ്സ് മീ യു നാഫി. അപ്പോൾ നിങ്ങളുടെ ഹിസ്റ്ററി എക്സാമിന് ഇങ്ങനെ നമ്മൾ വരില്ല എണ്ണാവുന്ന ദിവസങ്ങളുള്ളൂ. അപ്പോൾ നമ്മുടെ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ സീരീസിലെ അടുത്ത 2 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ചാപ്റ്റർ 5 and 6 കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മുടെ ചാനൽ അവൈലബിൾ ആണോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്റർ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചില്ല PYQs നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ആദ്യം നമ്മൾ 5ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, വാട്ട് ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് ഫ്രം ദ ട്രാവലോഗ്സ് റിഗാർഡിംഗ് ദ സ്ലേവ്സ് ആൻഡ് വിമൻ ഓഫ് മിഡീവൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയിലെ അടിമകളെയും സ്ത്രീകളെയും സംബന്ധിച്ച യാത്രാ വിവരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വിവരമാണ് ലഭിക്കുന്നത്. അപ്പോൾ 5ാമത്തെ പാഠത്തിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ പോരാ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ വേറെയും ക്വസ്റ്റ്യൻസ് അതൊക്കെ നമ്മൾ ലൈവ് ഡിസ്കസ് ചെയ്തിട്ടു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പരമാവധി ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് എത്തിച്ച് കൊടുക്കട്ടോ. പിന്നെ നിങ്ങൾ ഹിസ്റ്ററിയിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതുമ്പോൾ എന്താ എഴുതേണ്ടത്, അന്നത്തെ കാലത്ത് 3 ട്രാവലേഴ്സിൽ 3 ഒരുപാട് ട്രാവലേഴ്സ് വന്നിട്ടുണ്ട്, 3 ആളുകളെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചേരാ. ഈ 3 സഞ്ചാരികളിൽ നിന്ന് അന്നത്തെ കാലത്ത് സ്ത്രീകളുടെ അവസ്ഥക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യണം, ഒരുപാട് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ഒരുപാട് സാമൂഹികമായിട്ടുള്ള അനീതികൾ ഫേസ് ചെയ്തിരുന്ന ആളുകളായിരുന്നു അന്നത്തെ കാലത്ത് സ്ത്രീകളിൽ. അതായത് എന്തൊക്കെയാണ്, സതി, ഫ്രാങ്കോയിസ് ബേർണറിനെ പോലെയുള്ള ട്രാവലേഴ്സ് എന്ത് പറയുന്നുണ്ട്, സതി നേരിട്ട് കണ്ടിരുന്നു എന്ന് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ സതി പോലുള്ള ഒരുപാട് ഇഷ്യൂസ് അവർ എന്ത് ചെയ്തിരുന്നു, ഫേസ് ചെയ്തിരുന്നു. അത് മാത്രമല്ല അവർ ഒരുപാട് ഇനീക്വാളിറ്റീസിലെ, അതായത് എന്താണ്, അവർ സ്ത്രീകൾ അന്നത്തെ കാലത്ത് ഒരുപാട് ഇനീക്വാളിറ്റീസ്, ഒരുപാട് അസമത്വങ്ങൾ നേരിട്ടിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് അടിമകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അരിയും പഞ്ചസാരയും ഉപ്പൊക്കെ വാങ്ങുന്ന പോലെ ആളുകളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഇബ്നു ബത്തൂത്ത പറയുന്നുണ്ട്, അദ്ദേഹം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുന്ന ആളെ സുൽത്താനെ കാണാൻ പോകുമ്പോൾ ഒരുപാട് ഒട്ടകങ്ങളെയും അടിമകളെയും എന്ത് ചെയ്തിരുന്നു, അദ്ദേഹത്തിന് കാഴ്ച വെച്ചിരുന്നെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞ അടിമകൾക്കിടയിൽ ഇപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതായത് സ്ത്രീകളായിട്ടുള്ള അടിമകളുണ്ട്, പുരുഷന്മാരായിട്ടുള്ള അടിമകളുണ്ട്. അപ്പോൾ ഈ സുൽത്താന് വേണ്ടി പാട്ട് പാടി കൊടുക്കാനും സുൽത്താന് വേണ്ടി ഡാൻസ് കളിക്കാനും സ്ത്രീകളായിട്ട് അടിമകളുണ്ടായിരുന്നു. അതേപോലെ സ്പൈസ് അഥവാ ചാരന്മാരായിട്ടും എന്ത് ചെയ്തിരുന്നു, സ്ത്രീകളായിട്ടുള്ള അടിമകളെ ഉപയോഗിക്കുന്നു. അതേപോലെ സുൽത്താന് കീഴിലുള്ള നോബിൾസ് അഥവാ പ്രഭുക്കന്മാരെ നിരീക്ഷിക്കാനായിട്ട് സ്ത്രീകളായിട്ടുള്ള അടിമകളെ ഉപയോഗിച്ചിരുന്നു. പിന്നെ പൊതുവെ പുരുഷന്മാരായിട്ടുള്ള അടിമകളെ വീട്ടു ജോലികൾ, ഡൊമസ്റ്റിക് ലേബറിൽ വീട്ടിലെ ജോലി ചെയ്യാനും കൃഷി ചെയ്യാനും അതേപോലെ തന്നെ ഡോളക്ക് അഥവാ പല്ലക്ക് ചുമക്കാനും ഒക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് പുരുഷന്മാരായിട്ടുള്ള അടിമകളെ ഉപയോഗിച്ചത്. സ്ത്രീകളായിട്ടുള്ള അടിമകൾക്ക് എന്തായിരുന്നു, വില വളരെ കുറവായിരുന്നു. പിന്നെ എന്താണ്, അന്നത്തെ കാലത്ത് സതി പോലുള്ള ഒരുപാട് ഡിസ്ക്രിമിനേഷൻ എന്ത് ചെയ്യാൻ സ്ത്രീകൾ ഫേസ് ചെയ്തിരുന്നു. അപ്പോൾ പല സ്ത്രീകൾക്കും എന്താണ്, സതിയോട് താല്പര്യമില്ലെങ്കിൽ കൂടി വിശ്വാസപ്രകാരം അവർ സതി ചെയ്യേണ്ട ഒരവസ്ഥയും അന്നത്തെ കാലത്ത് അവർ ഉണ്ടായിരുന്നു. പിന്നെ സ്ത്രീകൾ കൃഷിയിൽ ഏർപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ കച്ചവടത്തിനും സ്ത്രീകളായുള്ള കച്ചവടക്കാരുള്ളതിനെ കുറിച്ചിട്ടും അന്നത്തെ കാലത്ത് ചരിത്രകാരന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെക്കണം. അടുത്ത എക്സാമിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്തയെക്കുറിച്ചുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അപ്പോൾ ചിലപ്പോൾ ഇബ്നു ബത്തൂത്തയെക്കുറിച്ച് എന്ത് ചെയ്യാം, മെസ്സേജ് ചോദിക്കാം. അപ്പോൾ ഇബ്നു ബത്തൂത്തയെക്കുറിച്ചുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്ന ഹിൻഡുകൾ എന്തൊക്കെയാണ്, അല്ലെ ഇബ്നു ബത്തൂത്തയെക്കുറിച്ച് എസ്സേ എഴുതാൻ പറഞ്ഞു, അതിന് ഹിൻഡുകൾ എന്തൊക്കെയാണ്, ഗ്ലോബ് ട്രോട്ടർ അഥവാ ആഗോള സഞ്ചാരി എന്നുള്ളൊരു ഹിൻഡ്, പിന്നെ കോക്കനട്ട് ആൻഡ് പാൻ, ഇന്ത്യൻ സിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇബ്നു ബത്തൂത്തയെക്കുറിച്ച് എസ്സേ ചോദിക്കുമ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിച്ചോ, എന്താണ് ഇബ്നു ബത്തൂത്ത? ആഫ്രിക്കയിലെ മൊറോക്കോയിലാണ് ആര് ജനിച്ചത്, ഇബ്നു ബത്തൂത്ത ജനിച്ചത്. അങ്ങനെ 1333 ഇബ്നു ബത്തൂത്ത എവിടെ എത്തുന്നത്, ഇന്ത്യയിലെത്തുന്നത്. അതിനു മുന്നേ അദ്ദേഹം ഇറാഖ്, പേർഷ്യ, യമൻ, ഒമാൻ അതേപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇബ്നു ബത്തൂത്ത എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇബ്നു ബത്തൂത്ത നല്ലൊരു വെൽ സ്കോളറായിരുന്നു, ഒരു പണ്ഡിതനായിട്ടുള്ള ഒരാളായിരുന്നു ആര്, ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇബ്നു ബത്തൂത്ത മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിൽ ഡൽഹിയിൽ എത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്കില്ല് കണ്ടിട്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ത് ചെയ്യാണ്, ഇബ്നു ബത്തൂത്തയെ ഡൽഹിയിലെ ജഡ്ജിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം കേരളത്തിലേക്കും സുമാത്രയിലേക്കും മാൽദീവ്സിലേക്കും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് മാറി യാത്ര ചെയ്തിട്ടുണ്ട്. ഇബ്നു ബത്തൂത്ത യാത്ര ചെയ്തു. പിന്നെ ചൈനയിലേക്കും ശ്രീലങ്കയിലേക്കും ഒക്കെ യാത്ര ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു ഗ്ലോബ് ട്രോട്ടർ എന്ന് പറയുമ്പോൾ അദ്ദേഹം പോയ സ്ഥലങ്ങളെക്കുറിച്ചാണ് അവിടെ എഴുതുന്നുണ്ട്. അദ്ദേഹത്തെ ഗ്ലോബ് ട്രോട്ടർ എന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എങ്ങനെ, അദ്ദേഹം പോയ സ്ഥലങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഈ കോക്കനട്ട് ആൻഡ് പാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മൊറോക്കോയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന് തീരെ പരിചയമില്ലാത്ത 2 സാധനങ്ങളായിരുന്നു ഇത്, തേങ്ങയും വെറ്റിലയും, അല്ലെ കോക്കനട്ട് ആൻഡ് പാൻ. ആ തേങ്ങയെക്കുറിച്ചിട്ടും വെറ്റിലയെക്കുറിച്ചിട്ടൊക്കെ വളരെ അടിപൊളിയായിട്ട് അദ്ദേഹത്തിൻ്റെ റിഹില എന്ന് പറയുന്ന പുസ്തകത്തിൽ ആര് എഴുതിയിട്ടുണ്ട്, ഇബ്നു ബത്തൂത്ത എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ത്യൻ സിറ്റീസിനെ, ഇന്ത്യൻ നഗരങ്ങളെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ആര്, ഇബ്നു ബത്തൂത്ത. ഇപ്പോൾ ഇബ്നു ബത്തൂത്ത പറയുകയാണെന്ത്, ഇന്ത്യൻ സിറ്റീസ് ഹാവ് സ്കിൽ, അല്ലെങ്കിൽ സ്കില്ലും നന്നായിട്ട് സ്കില്ലുള്ള ആളുകൾക്ക് അടിപൊളിയായിട്ട് മുന്നേറാൻ പറ്റിയ സ്ഥലമായിരുന്നു ഇത്, ഇന്ത്യൻ സിറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് തിക്ലി പോപ്പുലേറ്റഡ് പ്രോസ്പെറസ്, അല്ലെ നല്ല ജനസാന്ദ്രതയുള്ളതും പ്രോസ്പെറസി അതായത് ഐശ്വര്യമുള്ളതുമായിരുന്നു എന്ത്, ഇന്ത്യയിലെ നഗരങ്ങൾ എന്ന് ആര് പറയാണ്, ഇബ്നു ബത്തൂത്ത പറയാണ് കേട്ടോ. അതുമാത്രമല്ല, ബത്തൂത്ത ടെൽ us that most cities had crowded street and prosperous markets. എല്ലാ നഗരങ്ങളും എന്താണ്, തിരക്കേറിയതാണ്. ഈ നഗരങ്ങളിലൊക്കെ കമ്പോളങ്ങൾ അല്ലെങ്കിൽ ചന്തകൾ അല്ലെങ്കിൽ മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഏറ്റവും വലിയ സിറ്റി ആയിട്ട് ഇബ്നു ബത്തൂത്ത പറഞ്ഞത് ഏതിനാണ്, ഡൽഹിയാണ്. ഡൽഹി കഴിഞ്ഞാൽ പിന്നെ മഹാരാഷ്ട്രയിലെ ദൗലത്താബാദാണ്. അപ്പോൾ എല്ലാ സിറ്റിയിലും മന്ദിർ ആൻഡ്
മസ്ജിദ്, അമ്പലവും പള്ളിയും ഉണ്ടായിരുന്നു ആര് പറയാണ്, ഇബ്നു ബത്തൂത്ത പറയാണ്. അപ്പോൾ ഈ സിറ്റീസ് എന്ന് പറഞ്ഞാൽ, സിറ്റിയിലെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ട്രേഡ് അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യാനുള്ളതല്ല. ഈ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനുള്ള ആളുകൾക്ക് അവരുടെ സ്കില്ല് മെച്ചപ്പെടുത്താനുള്ള കേന്ദ്രങ്ങൾ കൂടി എവിടെ ഉണ്ടായിരുന്നു, സിറ്റീസിനുണ്ടായിരുന്നു. പക്ഷേ സിറ്റീസിലൊക്കെ പൊല്യൂഷൻ, മലിനീകരണം ധാരാളമായിട്ട് ഉണ്ടായിരുന്നു ആര് പറയാണ്, ഇബ്നു ബത്തൂത്ത പറയാണ്. ഈ സിറ്റിയോട് ചേർന്നിട്ട് ഗ്രാമങ്ങളുണ്ടായിരുന്നു. ആ ഗ്രാമങ്ങളിൽ നിന്ന് കൾട്ടിവേറ്റ് ചെയ്യുന്ന, കൃഷി ചെയ്യുന്ന സാധനങ്ങൾ സിറ്റിയിലേക്ക്, നഗരങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പിന്നെ ഇന്ത്യയിലെ കോട്ടൺ തുണി, പട്ട്, സിൽക്ക്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഫോറിൻ കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരുന്നു. ഫോറിനേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ എവിടേക്ക് എത്തിയിരുന്നു, ഇന്ത്യയിലേക്ക് എത്തിയിട്ട് ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ നോക്കുകയും ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ ഇന്ത്യയിൽ എന്താണ് ഒരു യുണീക്കായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഉലൂക്ക് ആൻഡ് ദവ എന്ന് വിളിക്കുന്ന, കുതിരപ്പുറത്തും ആളുകൾ നടന്നിട്ടുള്ള ഉലൂക്ക് ആൻഡ് ദവ എന്ന് വിളിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആർക്കുണ്ടായിരുന്നു, ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ആര് പറയാണ്, ഇബ്നു ബത്തൂത്ത പറയാണ് കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്ത എന്താണ്, ഈ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഇബ്നു ബത്തൂത്തയെക്കുറിച്ച് ഒരു എസ്സേ ചോദിച്ചാൽ നിങ്ങൾ അതിൽ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. അടുത്തത് ഫ്രാങ്കോയിസ് ബേണറുമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഒരു 6 മാർക്കിനൊക്കെ കേട്ടോ. അതായത് വെസ്റ്റ്, പടിഞ്ഞാറിനെ പ്രകീർത്തിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ നാടിനെ പ്രകീർത്തിച്ചുകൊണ്ട്, ഈസ്റ്റ് നമ്മുടെ നാടിനെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഒരു ബുക്ക് ചെയ്തിട്ടുള്ള ആളാണ് ആര്, ഫ്രാങ്കോയിസ് ബേണർ. അപ്പോൾ ഇന്ത്യയിലൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള ആളാണ് ഫ്രാങ്കോയിസ് ബേണർ. ഹി റോട്ട് അക്കൗണ്ട്സ് വാട്ട് ഹി സോ, ഹി കമ്പയർഡ് വാട്ട് ഹി സോ ഇൻ ഇന്ത്യ വിത്ത് ദോസ് എക്സിസ്റ്റഡ് ഇൻ യൂറോപ്പ്. അപ്പോൾ ഇന്ത്യയിൽ കണ്ട കാര്യങ്ങളെ യൂറോപ്പിലെ സാധനങ്ങളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് പുസ്തകം എഴുതിയിട്ടുള്ള ഒരാളായിരുന്നു ആര്, ഫ്രാങ്കോയിസ് ബേണിയർ. അപ്പം യൂറോപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ സ്ഥിതി വളരെ മോശമാണെന്ന് ആര് പറയാണ്, ഫ്രാങ്കോയിസ് ബേണർ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു, പിന്നെ യെസ്, ഫ്രാങ്കോയിസ് ബേണർ എന്താ പറയുന്നത്, ഇന്ത്യയിൽ കണ്ടില്ല, ഇന്ത്യയിൽ ഒരു പ്രൈവറ്റ് ഓണർഷിപ്പ്, അതായത് ആളുകൾക്ക് സ്വന്തമായിട്ട് ഭൂമി കൈവശം വെക്കാനോ സ്വന്തമായിട്ട് ഭൂമി സ്വന്തം പേരിലാക്കാനുള്ള അവകാശം അന്നത്തെ കാലത്ത് ഇന്ത്യയിലില്ല. എല്ലാ ഭൂമിയും ആരുടെ കീഴിലായിരുന്നു, ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഭൂമിയെക്കുറിച്ച് അല്ലെങ്കിൽ ആളുകൾ അതിൽ അവരുടെ സ്വന്തം കാര്യത്തെ പോലെ നോക്കി കൃഷി ചെയ്യുന്നതൊക്കെ കുറവായിരുന്നു എന്ത് ചെയ്യാറാണ് ഈ ഒരു ഫ്രാങ്കോയിസ് ബേണർ പറയുകയാണ്. അത് മാത്രമല്ല പിന്നെ എന്താണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്, ഇന്ത്യയിലെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതിനെക്കുറിച്ചിട്ട് ഇന്ത്യയിൽ വെൽത്തി അല്ലെങ്കിൽ പുവർ, ഒന്നുകിൽ പണക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾ, ഇങ്ങനൊരു കാറ്റഗറിയേ ഉള്ളൂ. ഒരു മിഡിൽ ക്ലാസ് അഥവാ മധ്യവർഗ്ഗം ഇല്ല എന്ന് ആര് പറയാണ്, ഫ്രാങ്കോയിസ് ബേണർ പറയാണ്. പിന്നെ ഫ്രാങ്കോയിസ് ബേണർ പറയുന്നത് ഇന്ത്യയിലെ സിറ്റീസൊക്കെ പൊല്യൂട്ടഡ് ആണ്, ഇന്ത്യയിലെ നഗരങ്ങളൊക്കെ വളരെ മലീമസമായ നഗരങ്ങളാണെന്നും ആര് പറയുന്നുണ്ട്, ഫ്രാങ്കോയിസ് ബേണർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ മോശമാക്കി ചിത്രീകരിച്ചു. അദ്ദേഹം പിന്നെ പറഞ്ഞാൽ എന്താ, ഫ്രാൻസിൽ അടിപൊളിയാണ്, ഫ്രാൻസിലെ സിറ്റീസിൽ പൊല്യൂഷൻ കുറവാണ്, ഫ്രാൻസിൽ പ്രൈവറ്റ് ഓണർഷിപ്പിൽ സ്വന്തമായിട്ട് ഭൂമി കൈവശം വെക്കാൻ അധികാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ കമ്പയർ ചെയ്യുകയാണ് ആര് ചെയ്തത്, ഫ്രാങ്കോയിസ് ബേണർ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ കിതാബ് അൽ ഹിന്ദ്. ഹു ഇസ് ദ ഓഥർ ഓഫ് കിതാബ് അൽ ഹിന്ദ്? ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്തടാ. കിതാബ് അൽ ഹിന്ദിന്റെ രചയിതാവ് ആരാണോ ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്തേ. പിന്നെ മക്കളെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷനൊക്കെ വേണമെങ്കിൽ എൻ്റെ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ നോക്കി വെക്കട്ടോ. nafi.eduportലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം. ശ്രദ്ധിച്ചു. അടുത്ത ക്വസ്റ്റൻ എന്താ, കിതാബ് അൽ ഹിന്ദ് ആരുടെ കിതാബ് അൽ ഹിന്ദ്? യെസ്, റിട്ടൺ ബൈ അൽ ബിറൂനി ഇൻ അറബിക് ലാംഗ്വേജിൽ. അറബിക് ലാംഗ്വേജിൽ അൽ ബിറൂനി ഇന്ത്യയെക്കുറിച്ച് ചെയ്തിട്ടുള്ള പുസ്തകമാണ് എന്ത്, കിതാബ് അൽ ഹിന്ദ്, വിച്ച് കണ്ടെയ്ൻസ് 80 ചാപ്റ്റേഴ്സിലെ 80ഓളം പാഠങ്ങൾ അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ഇതിലുണ്ട്. ഇതിൽ എന്തൊക്കെ പറയുന്നത്, ഇന്ത്യയിലെ റിലീജിയൻ, മതത്തെക്കുറിച്ചിട്ട്, ഇന്ത്യയിലെ ആളുകളുടെ ഫിലോസഫി, തത്വചിന്തയെക്കുറിച്ചിട്ട്, ഇന്ത്യയിലെ ഫെസ്റ്റിവൽസ്, ഇന്ത്യയിലെ ആചാരങ്ങളെ കുറിച്ചിട്ട്, അനുഷ്ഠാനങ്ങളെ കുറിച്ചിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഇത് അൽ ബിറൂനിയുടെ കിതാബ് അൽ ഹിന്ദ്. പിന്നെ അത് മാത്രം ഇന്ത്യയിലെ സോഷ്യൽ ലൈഫിനെ കുറിച്ചിട്ടും ഇന്ത്യയിലെ ആളുകളുടെ മൊത്തം കാര്യങ്ങളെ കുറിച്ചിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കിതാബ് അൽ ഹിന്ദിൽ അൽ ബിറൂനി പറയുന്നുണ്ട്. അപ്പോൾ അൽ ബിറൂനിയുടെ ഈ കിതാബ് അൽ ഹിന്ദിന്റെ സ്ട്രക്ചർ എങ്ങനെ, ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് എന്ത് ചെയ്യുക, അൽ ബിറൂനി അദ്ദേഹത്തിന് പുസ്തകം സ്റ്റാർട്ട് ചെയ്യുക. ഇതിൽ എന്ത് ചെയ്യും, അദ്ദേഹം ഇന്ത്യയിൽ കണ്ട കാര്യത്തെയും അദ്ദേഹത്തിൻ്റെ നാടായ പേർഷ്യയിലെ കാര്യത്തെയും പരസ്പരം അദ്ദേഹം എന്ത് ചെയ്യും, കമ്പയർ ചെയ്തിരുന്നു. ഇതിൽ എന്ത് ചെയ്യും, ഈ ഒരു കമ്പാരിസന് മുമ്പായിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹം അറബിക് ലാംഗ്വേജ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, അദ്ദേഹം ഇന്ത്യയിൽ കണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ചാപ്റ്റർ എന്താണ് പറയുന്നത് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷനും കൊടുക്കുമായിരുന്നു. അതായത് ക്വസ്റ്റ്യനിലൂടെ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഒരു എക്സ്പ്ലനേഷൻ, ഒരു വിശദീകരണം കൊടുക്കും, പിന്നെ ഒരു കമ്പാരിസണും കൊടുക്കും. ഈ രീതിയിലാണ് അൽ ബിറൂനി അദ്ദേഹത്തിൻ്റെ പുസ്തകം എഴുതിയിരുന്നത്. അപ്പോൾ ഈ 3 ട്രാവലേഴ്സിനെ കുറിച്ചിട്ട്, 3 സഞ്ചാരികളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെക്കണേ. ഫ്രാങ്കോയിസ് ബേണർ, ഇബ്നു ബത്തൂത്ത, അൽ ബിറൂനി, ഇവർ 3 ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കും. ഇനി 6ാമത്തെ ചാപ്റ്റർ ആയുള്ള ഭക്തി സൂഫി ട്രഡീഷൻ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതിന് മുന്നേ ഈ ഒരു 1 വേർഡുകളൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. 4000 ദിവ്യപ്രബന്ധം, ഈ 4000 ദിവ്യപ്രബന്ധം തയ്യാറാക്കിയത് ആരാണ്? അൽവാർമാരാണോ, നയനാർമാരാണോ, ലിംഗായത്തുകളാണോ, ആരാണ് രചിച്ചത്? അതിന് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ബസവണ്ണ ലെഡ് ഭക്തി മൂവ്മെൻറ്റ് ഇൻ ഡാഷ്. ബസവണ്ണ എവിടെയുള്ള ഭക്തി പ്രസ്ഥാനം അല്ലെങ്കിൽ ബസവണ്ണയുടെ വീരശൈവ മൂവ്മെൻറ്റ് എവിടെയായിരുന്നു? ഒറീസയാണോ, മഹാരാഷ്ട്രയാണോ, ആന്ധ്രയാണോ, കർണാടകയാണോ? ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണേ. അടുത്തത് ദർഗ ഓഫ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയുടെ ദർഗ എവിടെയാണ്? അജ്മീറാണോ, അജോദാനാണോ, ഡൽഹിയാണോ, ഫൈസാബാദാണോ? നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇതേപോലെ 1 വേർഡുകൾ ഇതൊന്ന് ചോദിക്കും, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. ഓക്കെ, ഇനി കബീർ ഒരു ഡാഷ്, കബീർ വാസ് ഡാഷ്, കബീർ ഒരു
ഡാഷ് ആയിരുന്നു, ആരായിരുന്നു? ഇതിൽ നിങ്ങൾ ഏത് ആൻസറാണ് കമൻറ്റ് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക കേട്ടോ. ഇനി ഒരുപാട് തവണ എക്സാമിന് 4 മാർക്ക് ചോദിച്ചതാണ് ഇല്ലുസ്ട്രേറ്റ് ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ചിസ്തി മൂവ്മെന്റ് അല്ലേ, ചിസ്തി ഭക്തിയുടെ പ്രത്യേകതകൾ വിവരിക്കുക. അപ്പോൾ നിങ്ങൾ ചിസ്തി ഭക്തിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫൗണ്ടറുടെ പേര് എഴുതണം. ആരാടെ ഫൗണ്ടർ? ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരായിരുന്നു? ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ആയിരുന്നു കേട്ടോ. ഈ കാര്യം നിങ്ങൾ ഫസ്റ്റ് 2 പോയിന്റ് എഴുതാം. പിന്നെ നിങ്ങൾ എഴുതേണ്ടത് ഈ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയുടെ കൻക, അദ്ദേഹത്തിൻ്റെ ആ ഒരു കേന്ദ്രം എവിടെയായിരുന്നു? ഗിയാസ്പൂരിൽ, ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഗിയാസ്പൂരിൽ യമുന റിവറിനോട് അടുത്തായിരുന്നു ആരുണ്ടായിരുന്നു? അദ്ദേഹത്തിൻ്റെ കൻക. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ കൻകയിൽ ഒരുപാട് ആൾ താമസിക്കാൻ വന്നിരുന്നു, അവിടെ ചർച്ചകളും ബാക്കി കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ ഈ കൻകയിൽ ആരൊക്കെ താമസിച്ചിരുന്നു? അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ പരിചാരകർ, വീടില്ലാത്ത ആളുകളൊക്കെ ഇവിടെ താമസിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു കൻകയുടെ ഏറ്റവും മുകളിലുള്ള ഒരു ചെറിയ മുറിയിലായിരുന്നു ആര് താമസിച്ചിരുന്നത്? ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ താമസിച്ചിരുന്നത്. പിന്നെ ശ്രദ്ധിക്കുന്ന കാര്യം, ഇവിടെ ഫുത്തുഹ് ദാനധർമ്മം നടത്തിയിരുന്നു. ഭക്ഷണവും വസ്ത്രമൊന്നും ഇല്ലാത്ത ആൾക്ക് അത് കൊടുക്കുകയും ലങ്കർ എന്ന് പറയുന്നൊരു കിച്ചൺ, അതായത് ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ലങ്കർ എന്ന് പറയുന്നൊരു കിച്ചണും ഇവിടെ ഉണ്ടായിരുന്നു. രാത്രി കാലങ്ങളിൽ വരെ ഇങ്ങോട്ടേക്ക് എന്ത് വന്നിരുന്നു? ആളുകൾ വന്നിരുന്നു. പട്ടാളക്കാരും അടിമകളും ഗായകരും വ്യാപാരികളൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. ചില ആളുകൾ സൂഫിയുടെ ഡിസൈപ്പിൾ, ശിഷ്യനാവാനും ചില ആളുകൾ ഇവരുടെ പിന്നെ ഒരു അനുഗ്രഹം തേടിയിട്ടൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അന്നത്തെ കാലത്തെ പ്രധാനപ്പെട്ട ആളുകളായിട്ടുള്ള അമീർ ഹസൻ സിജ്രി, അമീർ ഖുസ്രു, സിയാവുദ്ദീൻ ബറാനി പോലുള്ള ആളുകളൊക്കെ ഈ ഒരു ചിസ്തി സിൽസിലയിലെ പിന്നെ നമ്മുടെ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഭക്തി മൂവ്മെൻറ്റ്, അന്നത്തെ കാലത്ത് ഭക്തി മൂവ്മെൻറ്റ് എങ്ങനെയാണ് കാസ്റ്റ് സിസ്റ്റത്തെ, ജാതി വ്യവസ്ഥ എതിർത്തത്? അപ്പോൾ നിങ്ങളിവിടെ എഴുതാൻ എന്താ ഭക്തി മൂവ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെക്കണം അല്ലേ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഭക്തി മൂവ്മെൻറ്റ് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? തമിഴ്നാട്ടിലാണല്ലേ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താടാ? തമിഴ്നാട്ടിലാണ് ഈ ഭക്തി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അന്നത്തെ കാസ്റ്റ് സിസ്റ്റത്തെ, ജാതി വ്യവസ്ഥ എതിർത്തുകൊണ്ടും അതേപോലെ തന്നെ ഇനീക്വാളിറ്റീസ് അല്ലേ, അതായത് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന അസമത്വങ്ങളെ എതിർത്തുകൊണ്ടും സ്റ്റാർട്ട് ചെയ്തുള്ളൊരു മൂവ്മെൻറ്റ്, സന്യാസിമാരുടെ ഒരു സംഘമായിരുന്നു എന്ത്? ഭക്തി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ 2 കാറ്റഗറി ഉണ്ടായിരുന്നു, സഗുണ ആൻഡ് നിർഗുണ ഉണ്ടായിരുന്നു. സഗുണ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രൂപമുള്ള ദൈവത്തെ ആരാധിക്കുന്ന വിഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്? സഗുണ അല്ലേ. അതായത് ശിവഭഗവാൻ, വിഷ്ണു ഭഗവാൻ, അങ്ങനെ രൂപമുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നത് സഗുണയും, രൂപമില്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്നത് എന്താണ്? നിർഗുണയുമായിരുന്നു. പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ ഇവരിൽ അൽവാർസും നയനാസും ഉണ്ടായിരുന്നു. ഈ തമിഴ്നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഭക്തി മൂവ്മെൻറ്റ് 2 ഗ്രൂപ്പായിരുന്നു. ആര്? അൽവാർസ് ആൻഡ് നയനാസ്. ഇവരൊക്കെ എന്ത് ചെയ്തു? ദേ ഒപ്പോസ് ദ കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയെ എതിർത്തു. അത് മാത്രമല്ല, ദ പ്രൊമോട്ടഡ് ഇന്റർ ഡൈനിങ്ങിലെ വ്യത്യസ്ത ജാതിയിലുള്ള ആളുകൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്ന ആളുകളായിരുന്നു ആര്? ഈ ഭക്തി മൂവ്മെൻറ്റ് കേട്ടോ. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. കബീർദാസ്, ഗുരുനാനാക്ക്, മീരാബായ് ഇവരുടെ പ്രധാന ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ എഴുതാനാണ് ചോദിക്കുക. അപ്പോൾ കബീർദാസ് പറഞ്ഞ ഒരു പോയറ്റ് റേഞ്ചിൽ ഒരു കവിയായിട്ടുള്ള ഒരു സന്യാസി ആയിരുന്നു ആര്? കബീർദാസ് എന്ന് പറയുന്നത്. അപ്പോൾ 14-15 നൂറ്റാണ്ടുകളാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതുന്നു. ഭക്തി മൂവ്മെൻറ്റ്, ഭക്തി പ്രസ്ഥാനത്തെ പ്രൊപ്പഗേറ്റർ, ഭക്തി മൂവ്മെൻറ്റിൽ ഒരു വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ആര്? കബീർദാസ്. അപ്പോൾ കബീർദാസ് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒന്നും കമ്പോസ് ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇത് 3 ബുക്കുകളായിട്ട് കമ്പോസ് ചെയ്തു. ഒന്ന് കബീർ ബിച്ചക്ക്, കബീർ ഗ്രന്ഥാവലി, ആദി ഗ്രന്ഥ് സാഹിബ്, ഇങ്ങനെ 3 പേരിലായിട്ട് ഇത് കമ്പോസ് ചെയ്യുകയാണ് ചെയ്തത്. ഇത് കബീർ ബിച്ചക്ക് വാരണാസിയിലും അതേപോലെ തന്നെ കബീർ ഗ്രന്ഥാവലി രാജസ്ഥാനിലും ആദി ഗ്രന്ഥ സാഹിബ് പഞ്ചാബിലുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓർത്തു വെക്കുക. പിന്നെ അതേപോലെ തന്നെ ഗുരുനാനാക്ക്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഗുരുനാനാക്ക് ജനിച്ച എവിടെയാടാ? നങ്കാന സാഹിബ് എന്ന് പറഞ്ഞ വില്ലേജിൽ, അല്ലേ, രവി നദിയോട് ചേർന്നിട്ടുള്ള നങ്കാന സാഹിബ് എന്ന് പറഞ്ഞ വില്ലേജിലാണ് ആര് ജനിച്ചത്? ഗുരുനാനാക്ക് ജനിച്ചത്. ഒരു ഹിന്ദു മെർച്ചൻറ്റ് ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിലും അദ്ദേഹം ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ജോലി നേടി. വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിച്ചെങ്കിൽ അദ്ദേഹം ഭക്തി സെയിൻസ് അല്ലേ, ഭക്തി സന്യാസികളുടെ കൂടെയും സൂഫികളുടെ കൂടെയുമാണ് ഗുരുനാനാക്ക് എന്ത് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ജീവിതം ചെലവഴിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് ഇസ്ലാം മതത്തെക്കുറിച്ചും ഹിന്ദു മതത്തെക്കുറിച്ചും കൂടുതലായി മനസ്സിലാക്കുകയും 2 മതങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ കൂടിച്ചതുകൊണ്ട് പുതിയൊരു ആശയം, നിർഗുണ ഭക്തിയുടെ, ഒരു രൂപമില്ലാത്ത ദൈവത്തെ ആരാധിക്കുന്ന ഒരു നിർഗുണ ഭക്തിയുടെ ആശയങ്ങൾ ആര് കൊണ്ടുവന്നു? ഗുരുനാനാക്ക് കൊണ്ടുവന്നു. അപ്പോൾ 2 മതങ്ങളെയും, ഹിന്ദു റിലീജിയനിലെയും ഇസ്ലാം മതത്തിലെയും ഒരുപാട് കാര്യങ്ങൾ എതിർത്തിരുന്ന ആളാണ് ആര്? ഗുരുനാനാക്ക്. അപ്പോൾ ഗുരുനാനാക്കിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക രൂപമില്ല എന്നും ദൈവവുമായിട്ട് ബന്ധപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്താണ്? സിമ്പിൾ വേ ടു കണക്ട് ദ ഡിവൈൻ ടു അസ് റിമെമ്പറിങ് ആൻഡ് റിപ്പീറ്റിംഗ് ദ ഡിവൈൻ. ദൈവത്തെ എപ്പോഴും ഓർക്കുകയും ദൈവവുമായിട്ടുള്ള ബന്ധം എപ്പോഴും ഓർമ്മിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യാനാണ് ഒരു ഇതെന്ന് ആര് പറഞ്ഞു? ഗുരുനാനാക്ക് പറഞ്ഞു. പിന്നെ ഗുരുനാനാക്ക് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്താണ്? ഷബാദ് എന്ന കീർത്തനങ്ങൾ. ശ്രദ്ധിക്കണം, ഗുരുനാനാക്ക് എന്ത് ചെയ്യാണ്? ഷബാദ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ എന്ത് ചെയ്തു? ധാരാളമായിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഷബാദായിരുന്നു അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ. അതിലൂടെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ പറയുകയും ചെയ്തു. പിന്നെ ഗുരുനാനാക്കിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോളോ ചെയ്യുന്ന നിയമങ്ങളെ സംഗത് എന്ന് വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അടുത്ത ഗുരു ആരാവണമെന്നും ഓരോരുത്തർ ഫോളോ ചെയ്യുന്ന നിയമങ്ങളെ കുറിച്ചൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്
ആര്? ഗുരു നാനാക്ക്. അടുത്ത മീരാബായി ആണ്, ഡിവോട്ടി ഓഫ് ലോർഡ് കൃഷ്ണ ഭഗവാനെ ജീവനത്തിൽ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു ആര്? മീരാബായി എന്ന് പറയുന്നത്. ഷി വാസ് എ രജപുത് പ്രിൻസസ് ഫ്രം മെർത്ത ഇൻ മർവാറിൽ ഒരു രാജകുമാരിയായിരുന്നു മീരാബായി അവരുടെ ഇഷ്ടത്തിനെതിരായിട്ട് കല്യാണം കഴിപ്പിച്ചപ്പോൾ അവരെ കല്യാണത്തിൽ നിന്ന് ഓടിപ്പോരുകയും കൃഷ്ണ ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് കീർത്തനങ്ങളും സങ്കീർത്തനങ്ങളും ആലപിച്ചുകൊണ്ട് ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ആര്? പിന്നെ മീരാബായി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇന്നും അവിടെ കീർത്തനങ്ങളാണ് പലയിടങ്ങളിലും പറയുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്, വീരശൈവ മൂവ്മെൻറ്റ് അല്ലെ, വീരശൈവ പ്രസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഫൗണ്ടർ ആയ ബസവണ്ണയാണ്. ബസവണ്ണ എന്ന് പറയുന്ന ഒരാൾ കർണാടകയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു മൂവ്മെൻ്റ് ആണ് ഇത് വീരശൈവ മൂവ്മെൻറ്റ് അല്ലേ. അദ്ദേഹം ഒരു ജൈനനായിരുന്നു, ചാലൂക്യ രാജാവിൻ്റെ കൊട്ടാരത്തിൽ മന്ത്രിയായിട്ടുള്ള ഒരാളായിരുന്നു ബസവണ്ണ. അങ്ങനെ ബസവണ്ണയുടെ ഫോളോവേഴ്സും ബസവണ്ണയൊക്കെ എന്ത് ചെയ്യാണ് ലോർഡ് ശിവഭഗവാനെ ആരാധിച്ചിരുന്ന ആളുകളായിരുന്നു ആര്? ബസവണ്ണ ശിവഭഗവാനെ ആരാധിച്ചതുകൊണ്ടും ശിവലിംഗം കഴുത്തിലാണെങ്കിൽ നടന്നതുകൊണ്ടും ഇവരെ എന്ത് വിളിക്കുന്നു? ലിംഗായത്തുകൾ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ഈ വീരശൈവ മൂവ്മെൻറ്റിനെയും അല്ലെങ്കിൽ ബസവണ്ണയെ ഫോളോവേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ലിംഗായത്ത്. അവർ ലോർഡ് ശിവഭഗവാനെ ആരാധിച്ചിരുന്നു. പിന്നെ അവരെന്താ? ദേ റെസ്പെക്റ്റഡ് ദ വാൻഡറിങ് മോങ്സ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സന്യാസിമാരെ ഇവർ എന്ത് ചെയ്തു? ബഹുമാനിച്ചു. അത് മാത്രമല്ല, ദേ ബിലീവ്ഡ് ദാറ്റ് ആഫ്റ്റർ ഡെത്ത് ഡിവോട്ടി വിൽ ബി യുണൈറ്റഡ് വിത്ത് ശിവ, മരണശേഷം ഒരു ഭക്തൻ എന്ത് ചെയ്യും? ശിവഭഗവാനുമായിട്ട് കൂടിച്ചേരുമെന്ന് ഇവർ വിശ്വസിച്ചിരുന്നു. അതിനാൽ ഇവരുടെ ശവസംസ്കാരത്തിന് പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും ഇല്ല. പിന്നെ ഇവരെന്താണ്? അതേ ഒപ്പോസ് ദ കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയെ പൂർണ്ണമായിട്ടും എതിർത്തിരുന്ന ആളുകളായിരുന്നു ആര്? ഇവർ. ദേ ഓൾസോ ചാലഞ്ച് ദ കോൺസെപ്റ്റ് ഓഫ് റീബർത്ത് അല്ലെ, പുനർജന്മ സിദ്ധാന്തത്തെയും ഇവർ എതിർത്തിരുന്നു. അതായത് മരിച്ചു കഴിഞ്ഞ ഒരാൾ പുനർജനിക്കുമെന്ന സിദ്ധാന്തത്തെ ഇവർ എന്ത് ചെയ്തിരുന്നു? എതിർത്തിരുന്നു. അത് മാത്രമല്ല, അതേ പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്, വിധവകളുടെ വിവാഹത്തെ. ശ്രദ്ധിക്കണം, ഈ ലിംഗായത്തുകൾ അല്ലെങ്കിൽ ബസവണ്ണയുടെ മൂവ്മെൻ്റ് ആണ് എന്ത് ചെയ്തത്? വിഡോ റീമാരേജ് അല്ലെ, വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. അന്നത്തെ കാലത്ത് എന്താ, ഭർത്താവ് മരിച്ചുപോയ ആളുകൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു. അതിനെ എതിർത്തുകൊണ്ട് വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഇൻ്റർഡൈനിങ്, വ്യത്യസ്ത ജാതിയിലുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന ആളുകളായിരുന്നു ആര്? ലിംഗായത്തുകൾ എന്ന് പറയുന്നുണ്ട്. ഇവരുടെ പുസ്തകത്തെ വിളിക്കുന്ന പേരാണത് വചന സാഹിത്യം. കർണാടക ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള വചന സാഹിത്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ ഈ 2 ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം? വേറെയും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങളിത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക? ലിങ്ക് ഷെയർ ചെയ്യുക. നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കട്ടെ, അടിപൊളിയായിട്ട് പഠിക്കാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക, എല്ലാവരും സൂപ്പറായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് മക്കളെ, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്.